എല്ലാവർക്കും നമസ്കാരം. ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അജിൽ കുമാർ, മുൻ സ്റ്റേറ്റ് GST അസിസ്റ്റന്റ് കമ്മീഷണർ. 53-ാം GST കൗൺസിൽ മീറ്റിംഗിലെ തീരുമാനങ്ങളെ തുടർന്ന് 16ഓളം സർക്കുലറുകളാണ് 2024 ജൂൺ 26 പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവയിൽ പൊതുപ്രാധാന്യമുള്ളവയ്ക്ക് മുൻഗണന നൽകി ഓരോന്നായി നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യമായി സർക്കുലർ 211/2024 നമുക്ക് പരിശോധിക്കാം. ഇത് അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയർ നടത്തിയിട്ടുള്ള RCMന് വിധേയമായ ഇൻവേർഡ് സപ്ലൈകളുടെ മേൽ റെസിപ്പിയൻ്റ് RCM പ്രകാരം അടയ്ക്കുന്ന GSTക്ക് മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യുന്നതിന് സെക്ഷൻ 16(4) പ്രകാരമുള്ള സമയപരിധിയെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്. ഈ ക്ലാരിഫിക്കേഷൻ വിശകലനം ചെയ്യുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. GSTയിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഔട്ട്വേർഡ് സപ്ലൈകളിൽ സപ്ലയർ സാധനമോ സേവനമോ അവ രണ്ടും ചേർത്തോ ഒരു റെസിപ്പിയൻറ്റിന് നൽകുമ്പോൾ സപ്ലയർ റെസിപ്പിയൻറ്റിൽ നിന്നും GST കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം അഥവാ FCM. ഇവിടെ സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത് സപ്ലയറാണ്. എന്നാൽ GSTയിലെ സെക്ഷൻ 9(3), സെക്ഷൻ 9(4) എന്നിവ പ്രകാരം സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുള്ള സാധനമോ സേവനമോ സപ്ലൈ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സപ്ലൈയുമായി ബന്ധപ്പെട്ട ടാക്സ് സപ്ലയർ റെസിപ്പിയൻറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്നില്ല. മറിച്ച് ഈ ടാക്സ് റെസിപ്പിയൻ്റ് സർക്കാരിലേക്ക് അടയ്ക്കുകയും ആയതിന് മേൽ ITC അവെയിൽ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അഥവാ RCM. ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 16(4) വ്യവസ്ഥകൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സെക്ഷൻ പ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് തൻ്റെ ഇൻവേർഡ് സപ്ലൈ പ്രകാരമുള്ള ഇൻവോയ്സുകൾ, ഡെബിറ്റ് നോട്ടുകൾ എന്നിവയിൽ ഉൾപ്പെട്ട ITC അവെയിൽ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ആയത് അവെയിൽ ചെയ്തിരിക്കണം. ഇത്തരത്തിൽ ITC അവെയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി 2 ഘട്ടങ്ങളിൽ 2 ഡേറ്റുകളായിട്ടാണ് നിലവിലുള്ളത്. അതായത് 30/9/2022 മുമ്പാണെങ്കിൽ ഇത്തരത്തിൽ ITC അവെയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എന്നത് പ്രസ്തുത സാമ്പത്തിക വർഷത്തിലെ തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റ്, അതുപോലെ ആ സാമ്പത്തിക വർഷത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത തീയതി, ഇവയിലേതാണോ ആദ്യം വരുന്നത് ആ തീയതിക്ക് മുമ്പ് ITC അവെയിൽ ചെയ്തിരിക്കണം. അതിനുശേഷം 1/10/2022 മുതൽ ഈ തീയതിയിൽ മാറ്റമുണ്ടായി. നേരത്തെ പറഞ്ഞ തൊട്ടടുത്ത സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്നതിന് പകരം തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിലെ നവംബർ മാസം 30-ാം തീയതി, അതുപോലെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത തീയതി എന്നിവയിൽ ഏതാണോ ആദ്യം വരുന്നത് ആ തീയതി വരെ ആ സാമ്പത്തിക വർഷത്തെ ഇൻവോയ്സുകളും ഡെബിറ്റ് നോട്ടുകളുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാമായിരുന്നു. സെക്ഷൻ 16(4) പ്രകാരം. സെക്ഷൻ 16(4) പ്രകാരമുള്ള ഈ സമയപരിധി അൺരജിസ്റ്റേർഡ് സപ്ലൈസിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ നടത്തിയിട്ടുള്ള RCMന് വിധേയമായ സപ്ലൈകൾക്ക് ബാധകമാണോ എന്നത് സംബന്ധിച്ച ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ സർക്കുലർ.
ഈ സർക്കുലർ പുറപ്പെടുവിക്കുന്നതിന് കാരണമായി തീർന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാരിന് ലഭിച്ച ചില നിവേദനങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യക്കകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ചില സ്ഥാപനങ്ങൾ വിദേശത്തുള്ള അവരുടെ GST പ്രകാരം റിലേറ്റഡ് പേഴ്സൺ എന്ന കാറ്റഗറിയിൽപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്നും തങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായതിനാൽ കൺസിഡറേഷൻ ഇല്ലാതെ സർവീസുമായി ബന്ധപ്പെട്ട സപ്ലൈ സ്വീകരിക്കുകയുണ്ടായി. ഈ സപ്ലൈ സെക്ഷൻ 9(3) പ്രകാരം RCMന് വിധേയമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളതും സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സണുമാണ്, അതായത് നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽപ്പെട്ടയാൾ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ RCMന് വിധേയമായ സപ്ലൈ ആണെന്ന് മനസ്സിലാക്കാതെ ആയുധമായി ബന്ധപ്പെട്ട സെക്ഷൻ 31(3)(f) പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയോ നികുതി അടയ്ക്കുകയോ ചെയ്യാതിരിക്കുകയും പിന്നീട് തെറ്റ് മനസ്സിലാക്കി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് RCM പ്രകാരം നികുതി അടയ്ക്കുകയും ചെയ്തുവെങ്കിലും ചില നികുതി ഉദ്യോഗസ്ഥർ സെക്ഷൻ 16(4) പ്രകാരം ITC സമയപരിധി ഇക്കൂട്ടർക്കും ബാധകമാണെന്ന നിലപാടെടുത്തുകൊണ്ട് ITC നിഷേധിക്കുമെന്ന പരാതിയാണ് പ്രസ്തുത നിവേദനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന് വ്യക്തത വരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സർക്കുലർ വഴിയുള്ള ക്ലാരിഫിക്കേഷൻ. ഈ സർക്കുലർ സെക്ഷൻ 16(2)(a), സെക്ഷൻ 31(3)(f), സെക്ഷൻ 16(4), റൂൾ 36(1)(b) എന്നിവയിലെ വ്യവസ്ഥകൾ ചേർത്ത് വായിച്ചുകൊണ്ട് നേരത്തെ പ്രതിപാദിച്ച രീതിയിൽ മുൻ സാമ്പത്തിക വർഷങ്ങളിൽ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും സെക്ഷൻ 9(3), സെക്ഷൻ 9(4) എന്നിവ പ്രകാരം RCMന് വിധേയമായ സാധനമോ സേവനമോ സ്വീകരിക്കുകയും എന്നാൽ സെക്ഷൻ 31(3)(f) പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് RCM വഴി നികുതി അടയ്ക്കുകയോ ചെയ്യാതിരുന്ന രജിസ്റ്റേർഡ് റെസിപ്പിയൻസിന് അത്തരം ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട റിലവൻ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നികുതി RCMമായി ക്യാഷായി പലിശ സഹിതം എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാമെന്നും വ്യക്തമാക്കി. ഇത്തരത്തിൽ അടയ്ക്കുന്ന നികുതിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് ആ സാമ്പത്തിക വർഷത്തെ സെക്ഷൻ 16(4) പ്രകാരമുള്ള സമയപരിധി ആയിരിക്കുമെന്ന് ഈ സർക്കുലർ ക്ലാരിഫൈ ചെയ്തു. ഉദാഹരണമായി 2019-20 വർഷത്തെ ഇത്തരത്തിലുള്ള ഇൻവോയ്സ് 2024-25 വർഷത്തിലാണ് ഇഷ്യൂ ചെയ്ത് RCM പ്രകാരം ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നികുതി അടയ്ക്കുന്നതെങ്കിൽ ആയതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവയിൽ ചെയ്യുന്നതിനുള്ള സെക്ഷൻ 16(4) പ്രകാരമുള്ള സമയപരിധി 2025 നവംബർ 30 ആയിരിക്കും. ഇത്തരത്തിൽ ITC അവയിൽ ചെയ്യുന്നതിന് സെക്ഷൻ 16, സെക്ഷൻ 17 എന്നിവ പ്രകാരമുള്ള എല്ലാ കണ്ടീഷനുകളും റെസ്ട്രിക്ഷൻസുകളും പാലിക്കേണ്ടതുണ്ട്. ഈ ബെനിഫിറ്റ് ലഭിക്കുന്ന റെസിപ്പിയൻറ്റിന് മേൽ ഇൻവോയ്സ് താമസിച്ച് ഫയൽ ചെയ്തതിന് സെക്ഷൻ 122 പ്രകാരമുള്ള പീനൽ ആക്ഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ ഇത് കമ്പൽസറി അല്ല. സെക്ഷൻ 9(3), സെക്ഷൻ 9(4) എന്നിവ പ്രകാരമുള്ള എല്ലാ RCM ബേസ്ഡ് ട്രാൻസാക്ഷനുകൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല. അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സിൽ നിന്നും ഇത്തരത്തിലുള്ള RCM ബേസ്ഡ് ഇൻവേർഡ് സപ്ലൈ ലഭിക്കുകയും
ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് RCM വഴി ടാക്സ് അടയ്ക്കാതെയുള്ള പഴയ വർഷങ്ങളിലെ ഏതൊരു കേസിലും ഇൻവോയ്സ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് RCMൽ നികുതി അടച്ചാലും അപ്പോൾ തന്നെ ആ തുകയ്ക്ക് ITC അവെയിൽ ചെയ്യുന്നതിനുള്ള സൗകര്യം ഈ സർക്കുലർ വഴി ലഭ്യമാണ്. ഏതെങ്കിലും ഒരു ടാക്സ് പേയർക്ക് ഈ ന്യൂനത നിലനിൽക്കുകയും ഈ സർക്കുലറിൻ്റെ ആനുകൂല്യം അങ്ങനെയുള്ളവർ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ ഭാവിയിൽ വന്നേക്കാവുന്ന ഓഡിറ്റിലോ മറ്റോ നിങ്ങളുടെ ഈ ഡിഫക്റ്റ് കണ്ടെത്തപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 74 ഇൻവോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ സെഷൻ ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.